നമസ്കാരം. വിരാടൻ രുചിക്കളത്തിലേക്ക് സ്വാഗതം. വിരാടൻ രുചിക്കളത്തിൻ്റെ ഓണ വിഭവങ്ങളിലെ 7ാമത്തെ ഐറ്റമായ പയർ മെഴുക്കുവരട്ടിയാണ് അല്ലേ കളിയുന്നത്? അതെ, അതിനുള്ള സാധനങ്ങളാണ് ഈ എടുത്തു വെച്ചിരിക്കുന്നത്. 250 ഗ്രാം പയറിലല്ലേ നമ്മൾ ഉണ്ടാക്കുക? അതെ, നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. പയർ 250 ഗ്രാം പയർ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 3 വറ്റൽമുളക്, 4 ചെറിയ ഉള്ളി, 1 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, അതായത് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ മെഴുക്കുവരട്ടിക്ക് നമുക്കറിയാം അതിന്റെ അവിഭാജ്യ ഘടകം എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. ഇച്ചിരി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് വേണ്ടി വരും. ഇനി നമുക്ക് ഇത് 1 ഇഞ്ച് നീളമുള്ള കഷ്ണങ്ങളായിട്ട് മുറിക്കാം. അപ്പം മുറിച്ചിട്ട് വരാം. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പി വെക്കാം. ലോ ഫ്ലെയിമിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ഇടുക. ഒപ്പം അറ്റം പിളർന്ന പച്ചമുളക്, ഒരു പച്ചമുളക് ഒരെണ്ണം മതി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതൊന്നും വേണ്ട, ജസ്റ്റ് ആവി കയറി വരാൻ വേണ്ടി മാത്രം ഒന്ന് തളിച്ചു കൊടുത്താൽ മതിയേ. ഇനി അത് അടച്ച് വെച്ച് നമുക്കൊന്ന്, ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട, കാരണം നമുക്ക് ഒത്തിരി വെന്തങ്ങ് അലിഞ്ഞു പോകാൻ പാടില്ല. അതിൻ്റെ കളറൊക്കെ നല്ല അല്ലേ, പച്ച നിറത്തിൽ നല്ല ഒത്തിരി വേകാൻ പാടില്ല. ഇനി പതുക്കെ മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ആവി കയറി വരട്ടെ. 2-3 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആവി കയറി വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഉള്ളിയൊക്കെ ചതച്ചെടുക്കാം. ഇനി പയർ മെഴുക്കുവരട്ടിക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 4 ചെറിയ ഉള്ളി, പച്ചമുളക് 3 എണ്ണം, ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഓക്കെ, ആ സമയം പയർ വേകുന്ന സമയത്ത് പൊട്ടിച്ചിട്ട് 1 തണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഒത്തിരി ചതഞ്ഞങ്ങ് വേണ്ട, വെള്ളം പോലെ ആകണ്ട, ഒന്നൊന്ന് ഒതുക്കി കെടുക്കാന്ന് പറയില്ലേ, അതുപോലെ ഒന്ന് തല്ലിയെടുത്താൽ. വേണമെങ്കിൽ വറ്റൽമുളക് 2 കഷ്ണവും കൂടെ ആക്കി ഒന്ന് കൂടെ വെച്ചിട്ടാൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, ഇത്രയും മതി. അതെ, ഇപ്പൊ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. അധികം വെള്ളമില്ല, ഒരുപാട് വെള്ളം വേണ്ട ഇതിന് മെഴുക്കുവരട്ടിക്ക്. ഇനി 2 മിനിറ്റ് കൂടി ഇരിക്കട്ടെ. ഓക്കെ, 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആവിയൊക്കെ വരുന്നുണ്ട്. മുക്കാലല്ല, നന്നായിട്ട് ഏതാണ്ട് വെന്തിട്ടുണ്ട്. കുഴഞ്ഞു പോകണ്ട, നമുക്ക് മെഴുക്കുവരട്ടിക്ക് കുഴയേണ്ട കാര്യമില്ല. ഇത് പയർ വേവിച്ചെടുത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണേ. ഇനി നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പോൾ പയർ മെഴുക്കുവരട്ടിയുടെ ഏറ്റവും ഇത് വെളിച്ചെണ്ണയാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമുക്ക് വേണ്ടത്. ഇതിനെ കുറച്ച്, കാരണം ഇത് അതായത് ഈ പയറിലും പുരണ്ടിരിക്കണം, അതാണ് മെഴുകുപോലെ ഇരിക്കണം, അതാണ് ഈ മെഴുക്കുവരട്ടി. അപ്പം അതിന് കുറച്ച് എണ്ണ കൂടുതൽ ഒഴിക്കണം, അതിന് ഒഴിവാക്കാൻ പറ്റില്ല. ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്കും, എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന, നേരത്തെ ചതച്ചെടുത്ത് വെച്ചില്ല ഇത് വഴറ്റി, ഇതൊരു ചെറിയ നല്ല നമ്മൾ മൊരിയ എന്ന് പറയല്ലേ, ചെറിയ ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കും. പിന്നെ ഉള്ളി, വറ്റൽമുളകും കറിവേപ്പിലയും നമ്മൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചിട്ട്, ഇനി ഇതൊന്ന് ഒരു നല്ല മണമാണ് വരുന്നത്. ആ വെളിച്ചെണ്ണയിൽ ഉള്ളിയൊക്കെ മൊരിയുന്ന മണം ഇട്ട് നന്നായിട്ടൊന്ന് ചെറിയ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ ഇതിന് ഇച്ചിരി കൂടുതൽ തന്നെ ഒഴിക്കണം മെഴുക്കുവരട്ടിക്ക്. അധികം സമയമൊന്നും വേണ്ട ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ, വളരെ എളുപ്പത്തിൽ
ഉണ്ടാക്കാം. ഒരാൾ അരിയാൻ ഒരാളും കൂടി ഉണ്ടെങ്കിൽ ആ സമയം നമുക്ക് ഈ ഓണം എന്ന് പറയുന്നത് എല്ലാവരും കൂടിയുള്ള ഒരു ആഘോഷമാണല്ലോ, എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എളുപ്പത്തിൽ പണി കഴിക്കാം. ഇപ്പം ചെറുതായിട്ട് വഴണ്ടി വരുന്നുണ്ടേ, കുറച്ചുകൂടെ നമുക്കിത് മൂക്കണം. ഈ പച്ച മണമൊക്കെ ഒന്ന് മാറണ്ടേ. ഈ ബ്രൗൺ കളറാണ്. ബ്രൗൺ കളർ ആവുന്നതാണ് നല്ലത്. അത് ആയി കഴിയുമ്പോഴേക്കും നമ്മൾ ഈ വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഇതിന് രണ്ടര കളർ പോലും ആ മഞ്ഞൾ ഇട്ടത് കാരണം ആ കളറ് മാറാതെ ഉണ്ട്. എന്നാൽ അത് വേവുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളി എല്ലാം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മതി. ഈ സമയമാകുമ്പോൾ നല്ല ചെറുതായി ഇപ്പം നല്ല മണമാണ് വരുന്നത്. ഈ സമയം നമ്മളിത് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പയറിട്ട് സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ നല്ലതാണ്. ഒക്കെ ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ആ എണ്ണയൊക്കെ നന്നായിട്ട് ആ പയറയിൽ പിടിക്കട്ടെ. എന്താ ഇപ്പം നമുക്ക് അത് കുഴയാതെ നല്ല രസമായിട്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ അച്ചിങ്ങ പയറാണ് നമ്മൾ സാധാരണ ഇന്ന് ഉപയോഗിക്കുക. എണ്ണ കണ്ടോ ഇരിക്കുന്നത് മെഴുക് പിടിച്ചതുപോലെ, അതാണ് ഇതിനെ മെഴുക്ക് പുരട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് എണ്ണ നമ്മൾ ആദ്യമേ ഒഴിച്ചു. 2 ടേബിൾ സ്പൂൺ കുറയ്ക്കണ്ട. മെഴുക്ക് പുരട്ടി മെഴുക്ക് പുരട്ടി ചെയ്യുമ്പോൾ ഇച്ചിരി അധികം വെളിച്ചെണ്ണ ചേർത്തോളുക. അപ്പോൾ ഏതാണ്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 1 മിനിറ്റായി അത് ഈ ഒന്ന് മൊരിയാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ പയറ് മെഴുക്ക് പുരട്ടി, സദ്യ സ്റ്റൈൽ പയറ് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്തിട്ട് ഒരു 2 തുള്ളി പച്ച വെളിച്ചെണ്ണ, അതിനൊരു സദ്യ ഒരു മണം വരുത്തും കേട്ടോ. അത് പച്ച വെളിച്ചെണ്ണ ഫ്ലേവർ ഒന്നൊന്ന് ഒതുക്കിയെടുക്കുക, എന്നിട്ടൊന്ന് അടച്ചു വെക്കുക. ഓക്കെ, നമ്മുടെ സദ്യ പയറ് മെഴുക്ക് പുരട്ടി റെഡി. അപ്പോൾ ഇത് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുമല്ലേ? അതെ. അങ്ങനെ വിരാടൻ രുചിക്കളത്തിൻ്റെ ഓണ വിഭവങ്ങളിൽ 7ാമത്തെ ഐറ്റം ആയിട്ടുള്ള പയറ് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കാതിരിക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും അടുത്ത വിഭവം എരിശ്ശേരി ഓർമ്മയിലിരിക്കട്ടെ. എരിശ്ശേരി ആയിട്ട് വരുന്നവരെ പങ്കാളിയെ നമസ്കാരം, നന്ദി.